നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.ഡി. സർക്കാർ അധികാരമേറ്റതിനു ശേഷം വാക്കല്ലേ സത്യം, അത് നടപ്പിലാക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഒരു വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. അതായത് സ്ത്രീകൾക്കായിട്ട് സൗജന്യ യാത്ര. സംസ്ഥാനത്തുടനീളമുള്ള ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യ യാത്ര നടപ്പിലാക്കിയിരിക്കുന്നു കേരളത്തിൽ. എന്നാൽ ഇങ്ങനൊരു പദ്ധതി നടപ്പിലായതോടെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ പല വിധേനയുണ്ട് എന്നാണ് ഗതാഗത വകുപ്പ് അടക്കം ചൂണ്ടിക്കാണിച്ചത്. ഈ പറയുന്നത് പോലെ ബസ്സുകളിൽ പരസ്യം പതിക്കാനുള്ള അവസരമടക്കം ഇപ്പോൾ ഇനി മുതൽ തുടങ്ങും എന്നതടക്കമുള്ള കണക്കുകൂട്ടലിൽ വലിയ രീതിയിലുള്ള കണക്കുകൂട്ടലുകളും സാമ്പത്തിക നേട്ടമുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട്. KSRTC ഇത്തരത്തിൽ സൗജന്യ യാത്ര ഒരുക്കിയത് മുഖാന്തരം കഞ്ഞികുടി മുട്ടിയ പ്രൈവറ്റ് ബസ് ഉടമകൾ ഒരു കനത്ത തിരിച്ചടി തിരികെ നൽകിയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അതായത് ജൂലൈ 1 ജിം ഫോം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിവിധ ജില്ലകളിലെ സ്വകാര്യ ബസ്സുകൾ. ഏകദേശം 200ഓളം ബസ്സുകളിലെ ഉടമകളാണ് ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള കടുത്ത തീരുമാനത്തിന് പിറകിൽ. നിശ്ചയിച്ച കാലയളവിൽ വാഹനം റോഡിൽ ഓടിക്കില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിനെ മുൻകൂട്ടി അറിയിക്കുന്ന ഒരു സംവിധാനമാണ് ജി-ഫോം. ജി-ഫോം സമർപ്പിക്കുക വഴി വാഹനങ്ങളുടെ നികുതി ഒഴിവാക്കാൻ സാധിക്കും. ക്വാർട്ടർ കാലാവധിയാണ് ബസ്സുകളുടെ ടാക്സ് അടയ്ക്കേണ്ടുന്നത്. ജൂൺ 30 രണ്ടാമത്തെ ക്വാർട്ടർ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ബസ് ഉടമകൾ അടിയന്തരമായി ജി-ഫോം സമർപ്പിക്കാൻ ഒരുങ്ങുന്നതെന്ന കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി VS പ്രദീപിന്റെ ഈ പ്രഖ്യാപനം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടിയാകുന്നതാണ്. തൃശൂരിൽ നിന്നും പാലക്കാട്, ഗോവിന്ദാപുരം, കൊഴിഞ്ഞാമ്പാറ റൂട്ടുകളിലും ചാലക്കുടി, മാള, കൊടുങ്ങല്ലൂർ, മാള, ഗുരുവായൂർ, എറണാകുളം തുടങ്ങിയിട്ടുള്ള റൂട്ടുകളിലും ഓടുന്ന സ്വകാര്യ ബസ്സുകളാണ് ഇത്തരത്തിൽ പ്രധാനമായിട്ടും ജി-ഫോം കൊടുക്കാൻ ഒരുങ്ങുന്നതെന്നാണ് വിവരം. 10 ബസ്സുകൾ ഇതിനോടകം തന്നെ ജി-ഫോം കൊടുത്തു കഴിഞ്ഞു എന്നും പ്രദീപ് ചൂണ്ടിക്കാട്ടുന്നു. ജില്ലയിലെ പല സ്വകാര്യ ബസ്സുകൾക്കും 50% കളക്ഷൻ കുറഞ്ഞിരിക്കുന്ന സാഹചര്യം കൂടെയാണ്. അത് വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു നടപടി എന്നാണ് ഇവർ പറയുന്നത്. KSRTC പ്രിയദർശിനി സൗജന്യ ബസ്സുകൾ നേരിട്ട് സർവീസ് നടത്താത്ത റൂട്ടുകളിൽ പോലും ആളുകൾ കണക്ഷൻ ബസ്സുകൾ ഉപയോഗിച്ച് സ്ഥിരമായി സൗജന്യ യാത്ര ഉപയോഗപ്പെടുത്തുന്നത് മുഖാന്തരം പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് റൂട്ടിൽ പ്രിയദർശിനി സർവീസ് കൂടുതലായതിനാൽ ആ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾക്കും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. ഡീസൽ വില കൂടിയതും സ്വകാര്യ ബസ്സുകൾക്ക് ഇരട്ടി ആഘാതമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി, ഗതാഗത മന്ത്രി എന്നിവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിലും അതിലും കാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ലെന്നാണ് സൂചന. ഇതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയെന്ന പരാതികളാണ് ഉയരുന്നത്. ഇന്നലെ തന്നെ തൃശൂർ പാലക്കാട് റൂട്ടിൽ പുലർച്ചെ മുതൽ രാത്രി വരെ ബസ് ഓടിച്ച മിക്ക ഡ്രൈവർമാർക്കും കിട്ടിയത് ഏകദേശം 500 രൂപ, തുച്ഛമായ 500 രൂപ മാത്രമാണ് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതോടുകൂടെയാണ് പ്രൈവറ്റ് ബസ് ഉടമകൾ ഈ പറയുന്ന ജി-ഫോം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് ഒരുപക്ഷെ എത്തിച്ചേക്കാം എന്നുള്ള ഒരു സൂചനകളും പുറത്തുവരികയാണ്. അതേസമയം ഈ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് UDFന്റെ സൗജന്യ യാത്ര പ്രഖ്യാപനമായ പ്രിയദർശിനി പദ്ധതി, അതിൻ്റെ രീതിയാണ്. ഇപ്പോൾ ഗതാഗത വകുപ്പിന്റെ കണക്കുകൂട്ടൽ പദ്ധതി വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷേ എല്ലാ വിഷയങ്ങൾക്കും രണ്ട് പുറമുണ്ട് എന്ന് പറയുന്നത് പോലെ ചില തിരിച്ചടികളും നിലവിൽ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും UDF സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ സർക്കാർ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്ന സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTCയിലെ സൗജന്യ യാത്ര എന്ന് പറയുന്ന പദ്ധതി വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അധികാരത്തിലെത്തി 1 മാസത്തിൽ ഉള്ളിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ VD സതീശൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചു എന്നത് വളരെ പ്രശംസനീയം. നിലവിൽ ഓർഡിനറി ബസ്സിൽ മാത്രമാണ് ഈ സേവനം നൽകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡിമെറിറ്റ്. കാരണം ഈ പറയുന്ന എല്ലാ റൂട്ടുകളിലും ബസ്സുകളില്ല എന്നുള്ളതാണ് വളരെ വലിയ ഒരു പ്രശ്നം. പദ്ധതി പ്രവർത്തനം വിലയിരുത്തിയ ശേഷം കൂടുതൽ വ്യാപനത്തെപ്പറ്റി സർക്കാർ ചിന്തിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പുതിയ ബജറ്റിൽ സർക്കാർ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുന്ന 500 കോടി രൂപ അത് മതിയാകുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും ഇപ്പോൾ ചർച്ചകൾക്ക് ഇടം പിടിച്ചിട്ടുണ്ട്.
പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് KSRTC ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകളെയും ബജറ്റ് പ്രഖ്യാപനങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇത്തരത്തിൽ വിലയിരുത്തപ്പെടുകയാണ്. പ്രാഥമിക കണക്കുകൾ പ്രകാരം പ്രിയദർശിനി പദ്ധതി വഴി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ ടിക്കറ്റ് നൽകുന്നത് മൂലം KSRTCക്ക് പ്രതിദിനം ശരാശരി 1.5 മുതൽ 2 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നാണ് സൂചന. പ്രതിദിനം 2 കോടി രൂപ നഷ്ടം എന്ന് വിലയിരുത്തുമ്പോൾ ഒരു മാസത്തെ നഷ്ടം എന്ന് പറയുന്നത് 30x2, അങ്ങനെയാണെങ്കിൽ 60 കോടിയോളം രൂപ വരും. 2027 മാർച്ച് 31 വരെയാണ് മൊത്തം നഷ്ടങ്ങൾ ഇത്തരത്തിൽ വിലയിരുത്തുന്നതെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അടുത്ത ബജറ്റ് അവതരിപ്പിക്കുന്നത് 2027 ഫെബ്രുവരി 1-നാണ്. സംസ്ഥാന സർക്കാരിന്റെ അടുത്ത ബജറ്റും ഇതിനോടടുത്ത് തന്നെ ഉണ്ടാകും. അതിനാൽ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ തുക സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് 2027 മാർച്ച് 31 വരെ ആകുന്നത് എന്ന് വിലയിരുത്തുന്ന സാഹചര്യത്തിൽ അതെങ്ങനെ പ്രാബല്യത്തിൽ വരുത്തും, അല്ലെങ്കിൽ ഈ 600 കോടി മതിയാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് നിൽക്കുന്നത്. 2026 ജൂൺ 15-നാണ് ഈ സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന 2027 മാർച്ച് 31 വരെ ഏകദേശം 290 ദിവസങ്ങളാണ് ഇനിയുള്ളത്. പ്രതിദിന നഷ്ടം 2 കോടിയാണ് എങ്കിൽ ഈ സാമ്പത്തിക വർഷം കണക്കാക്കുന്ന മൊത്ത ബാധ്യത 290 ദിവസത്തേക്ക് ഏകദേശം 580 കോടിയോളം രൂപ വരും. സർക്കാരിന്റെ ഔദ്യോഗിക വിലയിരുത്തൽ പ്രകാരം ഈ പദ്ധതി മൂലം പ്രതിമാസം 55 മുതൽ 70 കോടി രൂപ വരെ ബാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു വർഷം ഏകദേശം 750 മുതൽ 800 കോടി രൂപ വരെ ഉണ്ടാകുമെന്ന് ചുരുക്കം. നിലവിൽ ജൂൺ പകുതിയോടെ പദ്ധതി തുടങ്ങിയാൽ ഈ സാമ്പത്തിക വർഷം 580 കോടി രൂപ മുതൽ 650 കോടി രൂപ വരെ KSRTCക്ക് വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പുതുക്കിയിട്ടുള്ള ബജറ്റിൽ പ്രിയദർശിനി പദ്ധതിക്കായിട്ട് 600 കോടി രൂപയാണ് ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഈ സാമ്പത്തിക വർഷം പദ്ധതി മുന്നോട്ട് പോകുകയാണെങ്കിൽ ആവശ്യമായ തുക എന്ന് പറയുന്നത് 580 മുതൽ 650 കോടി രൂപ വരെയാണ്. ഈ തുകയുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന പ്രഖ്യാപനമാണ് ബജറ്റിൽ നടത്തിയിരിക്കുന്നത്. അതിനാൽ ഈ സാമ്പത്തിക വർഷത്തെ നഷ്ടം പരിഹരിക്കാൻ ഈ തുക പര്യാപ്തമാണ് എന്നാണ് നിലവിൽ കണക്കുകൂട്ടൽ. KSRTCയുടെ നിലവിലുള്ള ശമ്പള പെൻഷൻ ആവശ്യങ്ങൾക്കായി സർക്കാർ നൽകുന്ന വാർഷിക സഹായമായിട്ടുള്ള 1500 കോടിക്ക് പുറമെയാണ് ഈ 600 കോടി രൂപ എന്നതും ശ്രദ്ധേയമാണ്. പദ്ധതിയുടെ പ്രവർത്തനവും വരുമാന ഡാറ്റയും പൂർണ്ണമായി വിലയിരുത്തിയിട്ടുള്ള ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ തുക അനുവദിക്കുമെന്നാണ് സർക്കാർ ഉറപ്പ് നൽകുന്നത്. അതേസമയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിനുമാണെങ്കിലും 2 പുറമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ പ്രിയദർശിനി പദ്ധതിയുടെ ഒരു ഏറ്റവും വലിയ ഡിമെറിറ്റ് എന്ന് പറയുന്നത് ചിലയിടങ്ങളിലൊക്കെ സർവീസ് നിർത്താൻ പോകുന്നു എന്നുള്ള സൂചനകളുണ്ട് എന്നുള്ളതാണ്. എറണാകുളം ബോട്ട് ജെട്ടി KSRTC സ്റ്റാൻഡിൽ നിന്ന് വരാപ്പുഴ, പറവൂർ, കൊടുങ്ങല്ലൂർ വഴി ഗുരുവായൂരിലേക്കും പൊന്നാനിയിലേക്കും സർവീസ് നടത്തുന്ന പ്രിയദർശിനി ബസ്സുകൾ പതിവായി ട്രിപ്പ് മുടക്കുന്നതായിട്ടുള്ള പരാതികളുമായിട്ടാണ് ഇപ്പോൾ യാത്രക്കാർ രംഗത്തെത്തുന്നത്. വൈകുന്നേരം 3 മണിക്ക് ശേഷമുള്ള തിരക്കേറിയിട്ടുള്ള സമയത്താണ് സർവീസുകൾ കൂടുതലുമായിട്ട് റദ്ദാക്കപ്പെടുന്നതെന്നാണ് സൂചനകൾ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്ന ഓർഡിനറി വിഭാഗത്തിൽപ്പെട്ട പ്രിയദർശിനി ബസ്സുകളാണ് സർവീസ് ഇത്തരത്തിൽ മുടക്കുന്നതെന്നാണ് യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, പൊന്നാനി ഡിപ്പോകളിലെ ബസ്സുകളാണ് ഈ റൂട്ടുകളിൽ സർവീസ് നടത്തുന്നത്. ജോലിക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാരാണ് ദിവസവും ഈ സർവീസുകളെ ആശ്രയിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ 10 മുതൽ 20 മിനിറ്റ് വരെ ഇടവേളകളിൽ ബസ്സുകൾ ലഭിക്കാറുണ്ട് എങ്കിലും അടുത്തിടെയായി പല സർവീസുകളും മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കപ്പെടുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇതുമൂലം മണിക്കൂറുകളോളം ബസ് കാത്തു നിൽക്കേണ്ട സാഹചര്യം യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്. വൈകുന്നേരം 4 മണിക്ക് എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന കൊടുങ്ങല്ലൂർ ഡിപ്പോ ബസ് പലപ്പോഴും റദ്ദാക്കപ്പെടുന്നതായും യാത്രക്കാർ പറയുന്നു. 4:10 പൊന്നാനി സർവീസിലും 4:20 ഗുരുവായൂർ സർവീസും സ്ഥിരമായി മുടങ്ങുന്നതായും പരാതിയുണ്ട്. ഇതോടെ 3:40 ബസ്സിന് ശേഷം ഗുരുവായൂരിലേക്കുള്ള അടുത്ത സർവീസ് 4:50 ലഭിക്കുന്നത്. അതിനാൽ പിന്നീട് എത്തുന്ന ബസ്സുകളിൽ അമിത തിരക്ക് അനുഭവപ്പെടുന്നതും യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിക്ക് ശേഷം യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ച സാഹചര്യത്തിൽ സർവീസ് മുടക്കങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നതായാണ് യാത്രക്കാർ പറയുന്നത്. യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ KSRTC അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്.